നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ മനസ്സ് തകർന്ന് ഇനി മുന്നോട്ട് എന്ത് എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എങ്കിൽ ഓർക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒന്നും യാദൃശികമായി സംഭവിക്കുന്നില്ല. ഈ നിമിഷത്തിൽ ഈ വരികൾ നിങ്ങളുടെ കാതുകളിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രപഞ്ചനാഥനായ ഭഗവാന്റെ ഒരു കൃത്യമായ നിശ്ചയമുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയേറെ ദുരിതങ്ങൾ? ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, എന്നിട്ടും എൻ്റെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് ഭഗവാൻ കേൾക്കാത്തത് എന്ന്. എന്നാൽ വിശ്വസിക്കുക, നിങ്ങളുടെ കണ്ണുനീരും കാത്തിരിപ്പിനും ഭഗവാന്റെ പക്കൽ കൃത്യമായ ഉത്തരമുണ്ട്. നാം ഇന്നിവിടെ പരാമർശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന, തളർന്നുപോയ മനസ്സിന് വീണ്ടും ജീവൻ നൽകാൻ പോകുന്ന ഒരു ദിവ്യ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാനാണ്. നിങ്ങളുടെ എല്ലാ വേദനകൾക്കും അറുതി വരുന്ന, നിങ്ങൾക്ക് ഭാഗ്യം തെളിയാൻ പോകുന്ന ആ പുണ്യ നിമിഷത്തെക്കുറിച്ച് വളരെ വിശദമായി ആഴത്തിൽ നമുക്ക് പരിശോധിക്കാം. എല്ലാവരുടെ ജീവിതത്തിലും ഒരു കയറ്റം കയറിയാൽ ഇറക്കമുണ്ടാവും. എന്നാൽ പല ആളുകൾക്കും അത് അവരുടെ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ദൈനംദിനം ഓരോ വ്യക്തികളും ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുന്നു. അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം അവരുടെ ഒപ്പം സൗഭാഗ്യം കൂടെ വന്നു ചേരുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹം കൂടെ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ സാധിക്കുന്നു. ഈ ഒരു അധ്യായം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഓം നമ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. സർവ്വ ചരാചരങ്ങളുടെയും നാഥനായ ഭഗവാൻ ശിവൻ്റെ പുണ്യനാമം സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യമായ സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ കൃപയും കാരുണ്യവും അളവറ്റ അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തണലായി നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഭഗവാനിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മഞ്ഞുപോലെ ഉരുകിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇത് വെറുമൊരു സന്ദേശമല്ല, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ മാറി ഭാഗ്യം തെളിയാൻ പോകുന്നതിൻ്റെ ദിവ്യമായ സൂചന തന്നെയാണ്. ഇതൊരിക്കലും ഒരു നിസ്സാരമായി കണ്ട് തള്ളിക്കളയരുത്. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദേശങ്ങളും ചില മനുഷ്യരും ചില സാഹചര്യങ്ങളും കടന്നു വരുന്നത് കൃത്യമായ കാരണങ്ങളോടെയാണ്. നമ്മുടെ മനസ്സ് പൂർണ്ണമായും തകർന്ന് ആരും സഹായിക്കാനില്ലാത്ത ഏകാന്തമായിരിക്കുന്ന സമയത്ത് നമ്മെ വീണ്ടും കൈപിടിച്ചുയർത്തുവാനും മുന്നോട്ട് നടത്തുവാനുമുള്ള ധൈര്യം നൽകുന്നതാണ് പ്രപഞ്ചം ഇത്തരം ദിവ്യമായ വചനങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് വിശ്വസിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മനോഹരമായ എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് ഭഗവാന് കൃത്യമായി അറിയാം. ആരും കാണാതെ ഉള്ളിലൊതുക്കിയ വേദനകളും രാത്രിയിലെ കണ്ണുനീരും, മറ്റാരുടെയും മുന്നിൽ പറയാൻ പറ്റാത്ത, സ്വന്തം കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ പോലും പങ്കുവെക്കാൻ കഴിയാത്തത്ര വലിയ വേദനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പുറമേയുള്ളവർക്കത് കാണുവാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാൻ അത് കൃത്യമായി കാണുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ വഴിപാടുകളെല്ലാം തന്നെ ഭഗവാൻ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ശക്തിയും ചൈതന്യവും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ പ്രതിസന്ധികളും നീങ്ങി, എല്ലാ ദുഃഖ ദുരിതങ്ങളും നീങ്ങി സൗഭാഗ്യം കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തോടൊപ്പം സൗഭാഗ്യം കൂടെ വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിൽ എത്തുവാനും ഇത് കാണുവാനുമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായത് നിങ്ങൾക്ക് ആ ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആ സൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. ഈ സന്ദേശം എല്ലാവർക്കും കാണുവാൻ സാധിക്കണമെന്നില്ല. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ചൈതന്യം തന്നെയാണ്. നാം നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര തവണ തകർന്നു പോയെന്നും എത്രത്തോളം കണ്ണുനീർ ഒഴുക്കിയെന്നും നിങ്ങൾക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിക്കും മാത്രമേ അറിയൂ. പുറമേ കാണുന്നവർക്ക് മുന്നിൽ നിങ്ങൾ ചിരിച്ചു ഉല്ലസിച്ച് നടക്കുന്നുവെങ്കിലും തകർന്ന ഹൃദയത്തോടുകൂടി പല പ്രയാസങ്ങളും ഉള്ളിലൊതുക്കിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, ഭഗവാൻ ഒരിക്കലും തൻ്റെ യഥാർത്ഥ ഭക്തരെ വെറുതെ പരീക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയ്ക്കും കൃത്യമായ അർത്ഥമുണ്ട്. നിങ്ങളുടെ ഓരോ കാത്തിരിപ്പിനും ഒരു വലിയ കാരണമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വലിയ നഷ്ടമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ പണമോ പദവിയോ ബന്ധങ്ങളോ ആകട്ടെ, ഭാവിയിലൊരു ദിവസം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും അന്നത് നഷ്ടപ്പെട്ടത് നന്നായി, അതൊരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വാതിലുകൾ ഒന്നിനു പുറകെ ഒന്നായി അടഞ്ഞുപോയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. കൺമുന്നിലെ വലിയ അവസരങ്ങൾ തട്ടിത്തെറിച്ചു പോയിരിക്കാം. നിങ്ങൾ ജീവനേക്കാളേറെ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവാം. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ നിങ്ങളുടെ സ്നേഹത്തെയോ നിങ്ങളെയോ നിങ്ങളുടെ നന്മയോ മനസ്സിലാകാതെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം.
കയ്യിൽ 1 രൂപ പോലുമില്ലാതെ നാളെയെക്കുറിച്ചോർത്ത് ഭയന്ന് പണമില്ലാത്ത അവസ്ഥയിൽ എത്രയോ രാത്രികൾ നിങ്ങൾ ഉറങ്ങാതെ കഴിച്ചിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഇത്രയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും ഇത്രയൊക്കെ തകർച്ചകൾ ഉണ്ടായിട്ടും നിങ്ങളിപ്പോഴും ഇവിടെ തളരാതെ നിൽക്കുന്നില്ലേ? അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങൾ തോറ്റുപോകുന്നില്ല എന്നത് തന്നെയാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ട വീര്യം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ജീവിതത്തിൽ പൂർണ്ണമായി തകർന്നു പോകുന്ന ഒരു മനുഷ്യന് മുന്നിൽ 2 വഴികളാണ്. അതിൽ ഒന്നാമത്തെ വഴി എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തോട് തോറ്റ് ഉൾവലിയുക. രണ്ടാമത്തെ വഴി തനിക്ക് ലഭിച്ച വേദനകളെയും മുറിവുകളെയും സ്വന്തം ഇച്ഛാശക്തിയാക്കി മാറ്റി വീണ്ടും പഴയതിനേക്കാൾ ഉയരത്തിൽ പറന്നുയരുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ രണ്ടാമത്തെ വഴിയാണ്. നിങ്ങളിപ്പോഴും തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഭഗവാൻ നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതും നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ഭഗവാന്റെ ഈ സന്ദേശം കേൾക്കുന്നതും. നിങ്ങൾക്കിപ്പോഴും ജീവിതത്തിൽ ഒന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് തോന്നാം, ചുറ്റും ഇരുട്ട് മാത്രമാണെന്ന് തോന്നാം. പക്ഷേ പല വലിയ കാര്യങ്ങളും നിങ്ങളുടെ ഭൗതിക കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം പ്രപഞ്ചത്തിൽ ഭഗവാൻ തയ്യാറാക്കപ്പെടുന്നുണ്ട്. ചില വലിയ വാതിലുകൾ തുറക്കാൻ കുറച്ചധികം സമയമെടുക്കും. ചില വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വൈകുന്നത് അത് വെറുമൊരു താൽക്കാലിക സന്തോഷമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ് കടന്നു വരുന്നത്. ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ പുഞ്ചിരിയോടെ പറയും, അന്ന് ഞാൻ ആ പ്രതിസന്ധികളിൽ നിന്ന് തകർന്നു പോയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത്. അന്നും നിങ്ങൾ ഭഗവാനെ മറക്കുവാൻ പാടില്ല. ഭഗവാന്റെ അദൃശ്യ കരങ്ങളാണ് നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയതെന്ന് മറന്നുപോകാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സൗഭാഗ്യമാണ് കടന്നു വരാൻ പോകുന്നത്. ഈ മെയ് മാസം 23-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു തുടങ്ങും. നിങ്ങൾക്കതിൻ്റെ തുടക്കം മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശക്തിയും അതിനുവേണ്ട ഊർജ്ജവും അതിനുവേണ്ട സമ്പത്തും നിങ്ങളുടെ കൈകളിലേക്ക് വരും. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനം വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനയോഗം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരെയും നിങ്ങളുടെ ദുരിതവും ദുഃഖവും കണ്ട് സന്തോഷിച്ചവർക്കും വലിയ തിരിച്ചടികൾ തന്നെയാണ് വരാൻ പോകുന്നത്. ആ തിരിച്ചടി അവരെ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ഉയർച്ച കാണിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ഉയർച്ച കാണുമ്പോഴാണ് അവർക്ക് ഏറ്റവും അധികം വേദനയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ കർമ്മഫലവും നിങ്ങൾക്ക് സൗഭാഗ്യവും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും നിങ്ങളുടെ വഴിപാടുകളുടെ ചൈതന്യവും കൂടി ചേരുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കും. ഭഗവാൻ ഭാഗ്യത്തിൻ്റെ രൂപത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അർഹപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ജീവിതകാലം മൊത്തം നിങ്ങൾ ദുഃഖത്തോടും ദുരിതത്തോടെയും കണ്ണീരൊഴുക്കി ജീവിക്കേണ്ടവരല്ല. നിങ്ങൾ കയറിയ കയറ്റം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇറങ്ങാനുള്ളത് വലിയ ഒരു ഇറക്കം തന്നെയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിമിഷം നിങ്ങൾ കഷ്ടതയിലായിരിക്കാം, ആരും സഹായിക്കാനില്ലാതെ കരയുന്ന അവസ്ഥയിലായിരിക്കാം. എല്ലാം അവസാനിച്ചെന്ന് പോലും നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ വെറുതെയാകില്ല. നിങ്ങൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ വെറുതെയാകില്ല. നിങ്ങളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പും ഒരിക്കലും വെറുതെയാകില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. നിങ്ങൾ ഭഗവാനോട് മുന്നിൽ നന്ദിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ ഒരു അധ്യായം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഇടവമാസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് മുന്നിലുള്ളത് ഭഗവാൻ തരുന്ന വലിയ വഴികളും ഭഗവാന്റെ ചൈതന്യവും തന്നെയാണ്. ആ പ്രകാശത്തിനെ നോക്കി നിങ്ങൾ നടക്കുക. അല്ലാതെ നിങ്ങളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ തളർന്നിരിക്കുകയല്ല വേണ്ടത്. ഭഗവാനാണ് നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇടവമാസം ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം നിങ്ങൾ മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കുലദേവത. കുലദേവതയുടെ അനുഗ്രഹം കുറയുന്നതും പല പ്രതിസന്ധികൾക്കും കാരണമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബക്ഷേത്രത്തിലും ഈ ഒരു ഇടവമാസം ദർശനം നടത്തുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കടന്നു വരാൻ പോകുന്ന സമയമാണ്. ഈ ഒരു മെയ് മാസം കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ചില സൂചനകളും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനാപൂർവം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചില നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാവാം. അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം പോലുള്ള നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ടാവാം. അത്തരം നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കും. നിങ്ങൾക്ക് ദുഃഖവും ദുരിതവും സമ്മാനിക്കും. അനാവശ്യ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ പ്രകോപിതനാവും. ചില അനാവശ്യ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നിങ്ങൾ എടുത്തു ചാടും. ഇതെല്ലാം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനമാണ്. പിന്നീട് നിങ്ങൾക്ക് കുറ്റബോധം തോന്നും. അത് നിങ്ങളുടെ യഥാർത്ഥ മനസ്സിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ നെഗറ്റീവ് ഊർജ്ജത്തെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുക. നിങ്ങൾ നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് എങ്കിൽ ഈ അധ്യായം നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന വിശേഷ പൂജകളിൽ നിങ്ങൾ പങ്കാളിയാവുക. ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കുവാനും, അതായത് കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം, മറ്റ് ആഭിചാര ക്രിയകളിലൂടെ അനുഭവിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലും എല്ലാം ഉണ്ടാവാം. ധാരാളം ആളുകൾ നമ്മൾക്കിടയിൽ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത ആളുകളുണ്ട്. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക.
നിങ്ങളിലേക്ക് ഈ അധ്യായം എത്തിയത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ശക്തി കൊണ്ട് തന്നെയാണ്. എന്നാൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി അവർക്കും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നാം നേരത്തെ പരാമർശിച്ചത്. ഈ ഇടമമാസം കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കൂടാതെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കി മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത്ഭുതകരമായ പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് പൊന്നും പണവും ലഭിക്കും. അത്രയേറെ സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി പോസിറ്റീവായ ഊർജ്ജം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാൻ ക്ഷേത്ര ദർശനവും നമ്മെ വളരെയധികം സഹായിക്കും. വാസ്തുശാസ്ത്രപ്രകാരം ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ എല്ലാ ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തായിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ നാം പ്രവേശിക്കുന്നതിലൂടെ നമുക്കൊപ്പമുള്ള ആ നെഗറ്റീവ് ഊർജ്ജം പടിക്ക് പുറത്താണ് നിൽക്കുക. ആരാധനാലയങ്ങളിലേക്ക് ഇത്തരം ദുഷ്ടശക്തികൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യുക്തിപൂർണ്ണമായ കാര്യങ്ങൾ തീരുമാനിക്കാനും ആ ഒരു ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ സാധ്യമാവുന്ന സമയങ്ങളിൽ ആരാധനാലയങ്ങളിൽ ദർശനം നടത്തി അവിടെ അല്പസമയം ചിലവഴിക്കുക. ഈ അപ്രതീക്ഷിതമായ ധനയോഗവും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളും നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അകന്നുപോയി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.